ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീ ലൈഫ് വേൾഡ്. ഇന്ന് ഉച്ചത്തേക്ക് ലഞ്ച് ബോക്സിന് വേണ്ടി മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ്. ചട്ട അടുപ്പത്ത് വെച്ച് ചൂടായി അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു മീഡിയം സൈസ് 3 സവാള ആയിട്ട് നല്ലോണം വഴറ്റി. സവാള ഇടുന്ന വീഡിയോ എവിടെയോ പോയി കേട്ടോ, മിസ്സായിപ്പോയി. ആക്ച്വലി എന്താ സംഭവിച്ചത്, അത് പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ, അപ്പോൾ റെക്കോർഡായില്ല. അപ്പോൾ ഉള്ളി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് അതോടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുവാണേ. ഞാൻ ഒരു ചിക്കൻ കറി സ്റ്റൈലിൽ മുട്ടക്കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉച്ചത്തേക്ക് പിന്നെ ഉള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിൽ പച്ചപ്പയർ തോരനും കൂടെയാണ്. മുട്ട പൊരിച്ചു കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കൊറോണ വന്നു പോയതിന് ശേഷം എനിക്ക് മുട്ട പൊരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല, അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിലേക്ക് ഈ തക്കാളിയും ഉള്ളിയും വഴണ്ടതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ അരച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ചട്ടിയിൽ ചെയ്യുന്നത് കാരണം ഈ അടിയിൽ നല്ലോണം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും സവോളയും എല്ലാം നന്നായിട്ട് വഴണ്ടതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പൊടിയുടെ എല്ലാം പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എവിടെ വരെ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും നോക്കാം. ഞാൻ ഈ കുക്കിങ്ങിലൊന്നും വലിയ എക്സ്പേർട്ടൊന്നുള്ള ആളൊന്നുമല്ല. കിട്ടുന്നത് എന്താണ് അത് വെച്ച് കഴിക്കാൻ പാകത്തിന് കുക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ശനിയാഴ്ചയും കൂടെ അല്ല, അപ്പോൾ മുട്ട കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും കൊറോണ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചില സാധനങ്ങളെടുത്ത് ഇഷ്ടക്കേട് വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കൊറോണ വന്ന സമയത്ത് ഫീവറായിട്ടൊന്നും ഇല്ലായിരുന്നു. എൻ്റെ സ്മെല്ലിങ് സെൻസ് മൊത്തത്തിൽ അങ്ങ് അടിച്ചുപോയി. ഒരു 3-4 മാസം മണമേ ഇല്ലായിരുന്നു. ഇതൊരു വല്ലാത്തൊരവസ്ഥ കേട്ടോ, ഒന്നിനെ സ്മെല്ല് ചെയ്യാൻ പറ്റാത്ത. നമ്മുടെ ഒരു തമിഴ് സിനിമയുണ്ട്, സിദ്ധാർത്ഥ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള, അതിൽ നായികയ്ക്ക് ഈ മണം കിട്ടില്ലാത്തൊരു ഇതില്ലേ, അതുപോലെ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരപ്പൊക്കെ ഒന്ന് പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കൊറോണ കാരണം എനിക്കൊരു 4-5 മാസം മണം കിട്ടില്ലായിരുന്നു. എവിടെ വേണമെങ്കിലും ഏത് കച്ചട സ്ഥലത്ത് പോയി വേണമെങ്കിലും ധൈര്യമായിട്ട് നിൽക്കാം, കാരണം മണം കിട്ടില്ലല്ലോ. അങ്ങനെ അതിനുശേഷമൊക്കെയാണ് ഈ മുട്ട പൊരിച്ച് കഴിക്കുന്നതിനോടൊക്കെ ഒരു അതൃപ്തി തോന്നി തുടങ്ങി. പക്ഷേ കഴിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ. എന്തെങ്കിലും നോൺ വെജ് ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് താഴോട്ട് ഇറങ്ങില്ല, അതാ പ്രശ്നം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ച് വെച്ചേക്കുന്ന മുട്ട 2 സൈഡ് നടുവേ കീറിയിട്ട് അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു മുട്ട എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. കടക്കാരൻ തന്നത് പഴയ മുട്ടയാണോ എന്നറിയാൻ പാടില്ല. സംഭവം തോട് പൊളിച്ചെടുത്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. അതാണ് ആ ഒരു മുട്ട മാത്രം ഉണ്ണിയും വെള്ളയും തനിയായിട്ട് കിടക്കുന്നത്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. കുറച്ച് കറി രൂപത്തിൽ വെക്കാമെന്ന് വെച്ചു, കാരണം വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ, പയർ തോരൻ മാത്രമേ ഉള്ളൂ ഉച്ചത്തേക്ക് ലഞ്ചിന്. അപ്പോൾ കുറച്ച് കറിയായിട്ട് ഇവിടെ ഇരുന്നാൽ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ചട്ടി കിടന്നിങ്ങനെ അങ്ങോട്ട് തിളച്ചോട്ടെ. തിളച്ച് എണ്ണയൊക്കെ വടിയണം. പക്ഷേ എണ്ണയൊന്നും ഞാൻ അധികം ചേർത്തിട്ടില്ല. മണമൊക്കെ നല്ലോണം വരുന്നുണ്ട് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. മണത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഞാൻ മുട്ടക്കറി വെച്ചത്. ഈ ഇനി ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് കഴിച്ചതിന് ശേഷം എനിക്കറിയാൻ പറ്റും ഇത് എവിടെ എത്തിയെന്ന്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്തപ്പോൾ. പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കൊള്ളാം, ഒപ്പിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വലിയ കുക്കിംഗ് എക്സ്പേർട്ടൊന്നും അല്ല. വിരളിലുണ്ടാവുന്ന കുറച്ച് ഐറ്റംസൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാവും. പക്ഷെ അതൊക്കെ ഒരുവിധം നന്നായിട്ട് ഉണ്ടാക്കും. അത് കഴിക്കുന്നവർ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ അവസാനത്തെ മിനുക്ക് പണി എന്നോണം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം കടയിൽ നിന്ന് മേടിച്ച കറിവേപ്പില നല്ല നീളമുള്ള കറിവേപ്പില. അത് എന്താ പറയുക, നല്ല നീളത്തിൽ, പക്ഷെ മണമൊന്നുമില്ല കേട്ടോ. ഈ നാടൻ കറിവേപ്പിലയുടെ മണമൊന്നും ഈ കറിവേപ്പിലയ്ക്കില്ല. ഇത് നമ്മുടെ എന്താ പറയുക, ദൂരത്ത് സ്വന്തമായ കറിവേപ്പിലയാണ്. അപ്പോൾ മുട്ട പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ആവിയൊക്കെ നല്ലോണം പോകുന്നുണ്ട്. ഇനി ഇത് ഉച്ചത്തെ ലഞ്ച് ബോക്സിലോട്ട് മാറ്റാം. അത്രേ ഉള്ളൂ. താങ്ക് യു.